ഹായ് എവരി വൺ. ഇന്ന് നമുക്ക് കുറച്ച് ആൻറ്റി ടാൻ ട്രീറ്റ്മെൻറ്റ്സിനെ പരിചയപ്പെടാം. കുറച്ച് പ്രോഡക്റ്റുകളാണ്. ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റുകൾ എന്താണെന്നുള്ളതും ഇതെങ്ങനെയാണ് നമുക്ക് സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന 3 പ്രോഡക്റ്റ്. ഒന്ന് നേച്ചേഴ്സിൻ്റെ തന്നെ ലാക്ടോ ബ്ലീച്ച്, ഇതും ലാക്ടോ ബ്ലീച്ചാണ്. പിന്നെ ടാൻ പാക്ക്. ഈ 3 പ്രോഡക്റ്റുകളും ആൻറ്റി ടാൻ പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ടാനിങ്ങിനെ, കരിവാളിപ്പിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് കരിവാളിപ്പ് എന്ന് നമുക്കറിയണം അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കളറുള്ള ഒരു വസ്തുവാണ്, ഒരു പിഗ്മെൻ്റാണ് മെലാനിൻ. മെലാനോസൈറ്റ് എന്ന് പറയുന്ന ഒരു സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് മെലാനിൻ. ഈ മെലാനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കിന്നിനെ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളൊന്നും വരാതെ നമ്മൾ സംരക്ഷിക്കുന്നത് ഈ മെലാനിനാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വെയിൽ കൊള്ളുന്ന സമയത്ത് ഈ മെലാനിൻ ശരീരം ഒരുപാട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമുക്ക് കരിവാളിപ്പായിട്ട് മാറുന്നത്. പൊതുവെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ടുള്ള ആളുകൾ ഡാർക്കായിട്ടും അതുപോലെ തന്നെ മെലാനിൻ കുറവുള്ള ആളുകളാണ് നമുക്ക് ഫെയർ ആയിട്ടും കാണുന്നത്. അപ്പോൾ ഒത്തിരി നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതായത് കൂടുതൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഒരു ബ്യൂട്ടി എന്നൊരു മേഖലയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ടാൻഡ് ആയിട്ടുള്ള സ്കിന്ന് നമ്മളൊരു ഒരു കാണാൻ ഭംഗിയില്ലാത്തൊരു സ്കിന്നൊക്കെ ആയിട്ടാണ് പറയുക. അപ്പോൾ ടാനിങ് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് ഇപ്പോൾ ലാക്ടോ ബ്ലീച്ച് അല്ലേ. ലാക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലിൽ നിന്ന് എടുക്കുന്ന മിൽക്ക് പ്രോഡക്ട്സിന് നമുക്ക് കിട്ടുന്ന ഒരു ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഇതിന് അത് ഒത്തിരി ബ്ലീച്ചിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് നന്നായിട്ട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആ ഒരു ആസിഡിൻ്റെ കണ്ടൻറ്റ്, ലാക്റ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് ടാനിങ്ങിനെ മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതും ഒരു നാച്ചുറൽ വേ കൂടെ. അതായത് ലാക്ടോ ബ്ലീച്ച് പൊതുവെ നമുക്ക് ആൻറ്റി ടാൻ ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കണ്ണിന് മുകളിൽ പോലും അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം മൈൽഡായിട്ടുള്ള പ്രോഡക്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. മിക്സ് ചെയ്ത ശേഷം ഓൾ ഓവർ ഫേസ്, അതായത് നമ്മുടെ ഫേസിലും മുഴുവനും കണ്ണിന് ചുറ്റും, അതായത് അണ്ടർ ഐ ഡാർക്ക്നെസ് മാറ്റാനായിട്ടും അണ്ടർ ഐ സർക്കിൾ മാറ്റാനായിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് കണ്ണിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിന് ചുറ്റും ലിപ്പിനും നമുക്കിത് അപ്ലൈ ചെയ്യാം. നമുക്ക് ടാനിങ് സ്കിന്നിൽ വരുന്ന പോലെ തന്നെ ഒത്തിരി സൺ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിലും ഡാർക്ക്നെസ് വരാറുണ്ട്. ഇത് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലാക്ടോ ബ്ലീച്ച് ലിപ്പിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത ശേഷം 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. നോർമൽ ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് കൊടുക്കുക. നമുക്ക് മസാജ് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ബ്ലീച്ചാണ് ലാക്ടോ ബ്ലീച്ച്. 5 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഒട്ടും അധികം വെള്ളമൊന്നും ഇല്ലാതെ ചെറിയൊരു നനവോട് കൂടി നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ്സ് വിട്ട ശേഷം ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ടാനിങ് ഒത്തിരി മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ലാക്ടോ ബ്ലീച്ച്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ കളറിനും ചേഞ്ച് ആക്കില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. എസ്പെഷ്യലി ജെൻസിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് താടി മീശയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ടച്ച് ആയി കഴിഞ്ഞാലും നമ്മുടെ കളർ ചേഞ്ച് വരില്ല എന്നുള്ളതും ഇതിൻ്റെ അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ടാനിങ് വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു.